പ്രധാന വാർത്ത. മിഹിറിന്റെ ആത്മഹത്യയിൽ വിശദീകരണവുമായി കൊച്ചി തിരുവാണിയൂർ ഗ്ലോബൽ സ്കൂൾ. മിഹിറിന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിയാണ് സ്കൂൾ അധികൃതർ വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. മിഹിർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘം മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചിരുന്നതായും സ്കൂൾ അധികൃതർ പറയുന്നു. മിഹിറിന് സ്കൂളിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും വിശദീകരണത്തിലുണ്ട്. വിശദാംശങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, കേസിന്റെ വഴി മറ്റൊരു ദിശയിലേക്ക് മാറുകയാണോ? തീർച്ചയായും കാളിദാസ്, കേസിന്റെ ഒരു വഴി മറ്റൊരു ദിശയിലേക്ക് തന്നെ മാറുകയാണ്. ഇപ്പോൾ സ്കൂൾ അധികൃതർ, ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ അധികൃതർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് മിഹിറിനെതിരെയുള്ള ഒരു കടുത്ത ഒരു ആരോപണം അല്ലെങ്കിൽ മിഹിർ ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. മിഹിറിന് ഈ സ്കൂളിൽ യാതൊരു പരാതികളും അല്ലെങ്കിൽ മിഹിറിനെതിരെ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ മിഹിറിനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മിഹിർ ഒരു കുഴപ്പക്കാരനായ ഒരു പയ്യൻ എന്നുള്ള രീതിയിലാണ് വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നത്. മിഹിറിന്റെ മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന പരാതിയെ തികച്ചും മാറ്റിക്കൊണ്ട് ആണ് ഈ ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ മാനേജ്മെന്റ് ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാസം ജനുവരി 15-നാണ് മിഹിർ ആത്മഹത്യ ചെയ്തത്. പക്ഷേ ജനുവരി 14-ന് മിഹിർ ഉൾപ്പെടെയുള്ള ഒരു സംഘം മറ്റൊരു കുട്ടിയെ ആ സ്കൂളിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും 15-ാം തീയതി ഈ മിഹിർ ആത്മഹത്യ ചെയ്യുന്ന ദിവസം രാവിലെ തന്നെ മിഹിറിന്റെ പിതാവിനെ, രണ്ടാം അച്ഛനാണ് മിഹിറിന്റെ പിതാവ്, അദ്ദേഹത്തിനെ സ്കൂളിൽ വിളിക്കുകയും ഈ മിഹിറിനെ പറ്റിയുള്ള പരാതികൾ പറഞ്ഞിട്ടുമുണ്ട് സ്കൂൾ മാനേജ്മെന്റ്. അതിന്റെ അടക്കമുള്ള രേഖകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റ് പുറത്ത് നൽകിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷം CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അച്ഛൻ സ്കൂളിൽ വന്നതിന് ശേഷം മിഹിർ വളരെ സന്തോഷവാനാണ് ആ ഒരു മീറ്റിംഗിന് ശേഷം. ഇതിനുശേഷമാണ് വൈകിട്ട് മിഹിർ ജനുവരി 15-ന് ഇതേ ദിവസം തന്നെ വൈകിട്ട് 4 മണിയോടെ സ്വന്തം താമസ കെട്ടിടത്തിൽ നിന്നും 26-ാമത്തെ നിലയിൽ നിന്നും മിഹിർ താഴേക്ക് വീണ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ 14-ാം തീയതി ഉണ്ടായ ഒരു സംഭവത്തെ പറ്റിയാണോ ഇനി, അല്ലെങ്കിൽ അതിനെ ചൊല്ലി സ്കൂളിൽ അച്ഛനെ വിളിച്ചു വരുത്തുകയും ഈ ഒരു സംഭവത്തെ തുടർന്നാണോ ഇനി മിഹിർ ആത്മഹത്യ ചെയ്തത്? മറ്റേതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മിഹിറിന്റെ മാതാപിതാക്കൾ പറയുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ മിഹിറിന്റെ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ കുറിച്ചാണോ ഈ ഒരു മിഹിറിന്റെ ആത്മഹത്യ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത് മിഹിറിനെ മറ്റു കുട്ടികളൊന്നും ഉപദ്രവിച്ചിട്ടില്ല, അതിന് യാതൊരു തെളിവുമില്ല. CCTV ദൃശ്യങ്ങളിലടക്കം അങ്ങനൊരു തെളിവ് കണ്ടെത്താനായിട്ടില്ല. ഈ 15-ാം തീയതി മിഹിർ ആത്മഹത്യ ചെയ്യുന്ന ദിവസം നോക്കുകയാണെങ്കിൽ മിഹിർ സ്കൂൾ വാനിൽ പോയപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു എന്നാണ് ഈ വണ്ടിയിലിരുന്ന ആയ പോലും പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ മിഹിറിന് അവിടെ എന്താണ് ഉണ്ടായത്? ഈ 15-ാം തീയതി സ്കൂളിൽ വന്ന മീറ്റിംഗ് നടന്ന സംഭവത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതോ 14-ന് പറ്റിയ അപകടമാണോ? അല്ലെങ്കിൽ ഈ 14-ന് മിഹിർ ഉൾപ്പെടെയുള്ള സംഘം ആ കുട്ടിയെ ആക്രമിച്ചിട്ടുണ്ട്, വേറൊരു കുട്ടിയെ ആക്രമിച്ചിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ സ്കൂൾ അധികൃതർ പരാതി നൽകുന്നുണ്ട്. NOC 2011 NOC ഈ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കി. NOC ചെയ്തിട്ടുണ്ട്. ക്ലാസ് മുറിയിലുള്ള CCTVയിലടക്കം മിഹിർ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ദൃശ്യങ്ങളാണ് വ്യക്തമാക്കുന്നത് തന്നെയാണ് പോലീസും പറയുന്നത്. ഈ മിഹിർ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് വന്നിട്ട് 39 ദിവസം മാത്രമേ ആകുന്നുള്ളൂ. മിഹിറിന്റെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ഉൾപ്പെടെയുള്ളത് മിഹിർ മറ്റു കുട്ടികൾ മിഹിറിനെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് തന്നെയാണ്. പക്ഷെ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനക്കുറിപ്പ് ലഭിച്ചിരിക്കുന്നത് മുൻപുള്ള സ്കൂളിൽ, ജം സ്കൂളിലും മിഹിർ ഒരു കുഴപ്പക്കാരനായിരുന്നു, അതേ പ്രവണത തന്നെയാണ് മിഹിർ ഇവിടെയും ചെയ്യുന്നത്. ഈ മരണ ദിവസം പോലും അല്ലെങ്കിൽ ഈ ആത്മഹത്യ ചെയ്ത ദിവസം പോലും മിഹിറിന്റെ മാതാപിതാക്കൾ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. മിഹിർ ഒരു കുഴപ്പക്കാരനായ ഒരു പയ്യനാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് വരുത്തിവെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിലിപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്ക് KSUവിന്റെ ഒരു മാർച്ച് കൂടി നടക്കുന്നുണ്ട്. മിഹിറിന്റെ ആത്മഹത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി കമ്മീഷണർ ഓഫീസിലേക്ക് DCC ഓഫീസിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു മാർച്ച് കൂടി നടക്കുന്നുണ്ട്. സ്കൂളിന്റെ ഒരു നിലപാട് നോക്കുകയാണെങ്കിൽ മിഹിർ കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ മിഹിർ തെറ്റു ചെയ്തിട്ടുണ്ട്, മറ്റൊരു തരത്തിലുള്ള റാഗിങ് ഈ സ്കൂളിൽ നടക്കാൻ അനുവദിച്ചിട്ടില്ല, കർശനമായും വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ലെന്നൊരു രീതിയിൽ തന്നെയാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. ഒരു രീതിയിലുള്ള റാഗിങ്ങുകൾ ഉണ്ടായിട്ടുള്ള അതിനുള്ള തെളിവുകൾ എന്താണെന്നാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റുകളും ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അമ്മയും അച്ഛനും നൽകിയിരിക്കുന്ന ചില സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള സ്ക്രീൻഷോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും കുട്ടികളെ, ഈ സ്കൂളിൽ പഠിക്കുന്ന മിഹിറിന്റെ സഹപാഠികൾക്കെതിരെ കേസെടുക്കാനാകില്ല. അതിൽ കൃത്യവും വ്യക്തവും ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. കുട്ടികൾക്കിടയിലുള്ള ഒരു സംഭാഷണം മാത്രമായി അതിനെ പോലീസ് കാണുന്നുണ്ടെന്നാണ് മാനേജ്മെന്റും വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികൾക്കെതിരെ പരാതി എടുക്കാൻ കഴിയില്ല, അവരുടെ മാനസിക നിലയെ അത് ബാധിക്കും.
ബാധിക്കുന്നതാണ്. നിലവിൽ ഇപ്പോൾ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ എക്സാമുകൾ അല്ലെങ്കിൽ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ ഒരു മൊഴിയെടുപ്പ് അല്ലെങ്കിൽ കുട്ടികളോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ കുട്ടികൾക്കെതിരെ ഒരു മൊഴിയെടുപ്പിലേക്ക് കടക്കാൻ കഴിയില്ല. പരീക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്കെതിരെ ഒരു കേസ് അല്ലെങ്കിൽ അതൊരു നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. 3-4 കുട്ടികളിലേക്കാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരണത്തിലൂടെ 3-4 കുട്ടികളിലേക്ക് മാത്രമായിട്ട് ഈ ഒരു കേസ് കേന്ദ്രീകരിക്കുന്നുണ്ട്. മിഹിറിനെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അടക്കം ടോയ്ലറ്റിൽ കൊണ്ടുപോയി മുഖം ക്ലോസറ്റിൽ വെച്ച് ഫ്ലഷ് അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ക്ലോസറ്റ് നക്കിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പലതരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയ അടക്കമുള്ളവർ പറയുന്നത് വണ്ടിയിൽ വെച്ച് മിഹിറിനൊരു ഉപദ്രവം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് തന്നെയാണ്. ഇപ്പൊ നിലവിൽ ഇതിനൊരു വ്യക്തത വരേണ്ടതുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് ഒന്നാകെ ഒരു കള്ളം പറയുകയാണെങ്കിൽ അവരുണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് മാതാപിതാക്കൾ ഇതിനെ ഉറച്ചു വിശ്വസിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വാർത്താ സമ്മേളനത്തിൽ സ്കൂള് വളരെ ക്ലീൻ ആയിട്ടുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ പോലും എസ് ഷാനവാസിന്റെ അഭിപ്രായത്തിലുണ്ട് പല ആവശ്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ സ്കൂളിനോട് പറയുമ്പോഴും ഒരു കൃത്യമായ ഒരു മറുപടി ആ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതിനുശേഷമാണ് ഒരു വാർത്താക്കുറിപ്പ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ ഭാഗത്ത് നിന്നിറങ്ങുന്നത്. മിഹിറിന്റെ അമ്മയും അച്ഛനെയും അടക്കമുള്ളവർക്കെതിരെയുള്ള രീതിയിലാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. മിഹിർ ഒരു കുറ്റക്കാരനാകുന്ന രീതിയിൽ തന്നെയാണ് ഈ വാർത്താക്കുറിപ്പിലും ഇറങ്ങിയിരിക്കുന്നത്. കാളിദാസ്. ശരി രേണുക, കേസ് ഇപ്പോൾ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഉയർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ പുറത്തു വന്നിരിക്കുന്ന സ്കൂളിന്റെ വിശദീകരണം കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഒരു ആരോപണം കൂടി മിഹിറിന്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.